ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാത്തൊരു ടേമാണ് ഫാക്ടോറിയൽ. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 3 ഫാക്ടോറിയൽ, 5 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്. ആക്ച്വലി 1 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിനെയാണ് നമ്മളതിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സേ ഇത് 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 and 5 അല്ലേ. അപ്പോൾ സേ ഇത് നമുക്ക് 120 കിട്ടും, ഇത് നമുക്ക് എത്രയാണ് കിട്ടുക, 6 കിട്ടും. ഓക്കെ, സോ ഇത് 6 കിട്ടും. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിട്ടും, 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 കിട്ടും അല്ലേ. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കാണുന്നത് എന്താ, ഫൈൻഡ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഇവിടെ നമുക്ക് നമ്പർ ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻപുട്ടായിട്ട് എന്ത് വേണം, ഒരു നമ്പർ വേണം. ഓക്കെ, ഒരു നമ്പർ വിച്ച് ഈസ് ഗിവൺ ബൈ ദ യൂസർ, നമ്പർ ഗിവൺ ബൈ ദ യൂസർ. അപ്പോൾ യൂസർ ഒരു നമ്പർ തരണമെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ഏത് മെത്തേഡ് വർക്ക് ചെയ്യണം, ഇൻപുട്ട് മെത്തേഡ് വർക്ക് ചെയ്യണം. ഇൻപുട്ട് മെത്തേഡ് മസ്റ്റ് ബി ദെയർ ഇൻ അവർ പ്രോഗ്രാം. ഓക്കെ, ഇനി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്, ഈ തരുന്ന നമ്പറിനനുസരിച്ച് അത്രയും ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം 3ഉം എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1ഉം 2ഉം 3ഉം 4ഉം 5ഉം വരെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടുത്തെ റിപ്പീറ്റഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു പ്രോഗ്രാമാക്കി മാറ്റി നോക്കാം. ഓക്കെ, സോ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ട എന്താണ്, എ നമ്പർ എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചോദിച്ചു നോക്കാം, യൂസറിൻ്റെ അടുത്ത് ഇൻപുട്ട് വഴി നമുക്ക് തരുമോയെന്ന്, അവർക്ക് വേണ്ട ഫാക്ടറിയിൽ കണ്ടുപിടിക്കാൻ വേണ്ട നമ്പർ. ഇൻപുട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് എൻ്റെ ദ നമ്പർ. ഓക്കെ, എൻ്റെ ദ നമ്പർ, ഏത് നമ്പറാണോ നമുക്ക് ഫാക്ടറിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസബിൾ ആവുന്നത് ആ നമ്പർ എൻ്റർ ചെയ്ത് തരാൻ പറയും. അതൊരു നമ്പർ ആവണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇൻറ്റു കൊടുക്കണം. കാര്യം ഇൻപുട്ടിന് റിസീവ് ചെയ്യുന്നതെല്ലാം എന്തായിട്ടാണ് പോകുന്നത്, സ്ട്രിങ് ആയിട്ട്. ഓക്കെ, സോ ഇൻപുട്ട് കൊടുത്തിട്ട് ഞാനൊരു വേരിയബിൾ കൊടുത്തേ എൻ എന്ന് കൊടുത്തു. സോ എൻ ആയിരിക്കും നമ്മുടെ നമ്പർ വിച്ച് ഇസ് ഗിവൺ ബൈ ദ യൂസർ. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 3 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം, എന്നിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ ലൂപ്പ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഇവിടുത്തെ ആക്ച്വൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തേക്കുന്ന ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സ്റ്റാറ്റസ് പറയണം അല്ലേ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, ഇവിടുത്തെ ഏത് നമ്പർ വന്നാലും സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, 1ൽ നിന്നാണ്. എവിടം വരെ പോവും, ആ നമ്പർ വരെ പോവും. എവിടം വരെ പോവും, ആ നമ്പർ വരെ പോയിരിക്കണം. ഇനി ഓരോ തവണയും നമ്മൾ ചെയ്യുന്ന ഈ ഒരു നമ്പേഴ്സിന് വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 2 വരണം, 2 കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 3 വരണം. അങ്ങനെ സക്സസീവായിട്ട് 1 കൗണ്ട് വെച്ചിട്ടാണ് ഓരോ നമ്പേഴ്സും മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ചിന്തിച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഐയുടെ ഒരു സൈഡിൽ നമ്മളൊരു ബോക്സ് വരച്ചങ്ങ് എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് ലൂപ്പ് തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, ഐയുടെ ഇനീഷ്യൽ കണ്ടീഷൻ. സോ ഐയുടെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ഇത് നമ്മൾ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടം വരെ പോകണം എന്നുള്ള കാര്യം പറയണം. എവിടെ തുടങ്ങി, 1ൽ തുടങ്ങി എവിടം വരെ പോവും, n വരെ പോകണം. n മസ്റ്റ് ബി ദെയർ ആണല്ലോ. സോ നമ്മൾ 4ൽ റേഞ്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, റേഞ്ച് ഓഫ് n+1 നമ്പേഴ്സിന് മാത്രമേ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റൂ, n നമ്പറിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ എല്ലാം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സം കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആണെങ്കിൽ ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന വേരിയബിളിൻ്റെ പേര് എഫ് എന്ന് വിളിച്ചോ. ഓക്കെ, ഫാക്റ്റ് വേണ്ട എഫ്. സോ എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഇസിക്കൽ ടു എഫ് പ്ലസ് അല്ല, പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. എഫ് ഇസിക്കൽ ടു എഫ് ഇൻറ്റു ഐ കണ്ടോ, എഫ് ഇസിക്കൽ ടു എഫ് ഇൻറ്റു ഐ. ഇനി നമുക്കിതിനെ പ്രോഗ്രാമാക്കി മാറ്റാം. ആദ്യത്തെ കേസ് നമുക്ക് വേണ്ട എന്താണ്, എൻ്റെ ദ നമ്പർ. അപ്പോൾ n കാണുമ്പോഴേക്ക് യൂസർ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യും. ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട എന്താണ്, ആ നമ്പറിനെ വെച്ചിട്ട് വേണം നമുക്കിനി എന്ത് ചെയ്യാനായിട്ട്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്പർ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റഡ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. സോ ഫോർ ഐ ഇൻ റേഞ്ച്, നമ്മൾ കൊടുക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എവിടം വരെ പോകണം, n+1 വരെ പോകണം. അത് നമുക്ക് ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1/1 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൂപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആയതുകൊണ്ട് ഫാക്ട് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ, എഫ് ഇസിക്കൽ ടു എഫ് ഇൻറ്റു ഐ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, വേണ്ട ഫാക്ടോറിയൽ ഇപ്പോൾ എവിടെ ഇരിപ്പുണ്ട്, എഫിൽ ഇരിപ്പുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ പ്രിൻറ്റ് എഫ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഈ ഒരു
കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫാക്ടോറിയൽ കമ്പ്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എഫിലുണ്ടായിരുന്നു. ആ എഫിലുള്ള വാല്യൂവിനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇനി ഈ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് എന്തിൽ ചെയ്തെടുക്കാൻ നോക്കാം, വൈലിൽ ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ. സോ വൈലിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യൽ കണ്ടീഷനായിട്ട് സെറ്റ് ചെയ്യുന്നത് ഐയുടെ ആദ്യത്തെ വാല്യൂ, ഐ എവിടം വരെ പോകണം, ഐയുടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എൻ വരെ പോകണം അല്ലേ. സോ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കണം. ഇനി നമുക്ക് ഐക്ക് വരുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഈസ് ഈക്വൽ ടു i+1 ആയിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ ആൻഡ് ദ തേർഡ് വൺ അല്ലേ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ട എന്താണ്, ഓക്കെ. സോ എഫ് എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സം നമ്മൾ ക്ലിയർ ചെയ്ത് സൂക്ഷിച്ചു. അതേപോലെ തന്നെ എഫിനെ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഏത് വാല്യൂ വെച്ചിട്ടാണ് നമുക്കതിനെ സെറ്റ് ചെയ്യേണ്ടത്, ഒരു പ്രൊഡക്റ്റ് ഓപ്പറേഷനിൽ നമ്മുടെ ആൻസർ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ എന്താകാൻ പാടില്ല, 0 ആയി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1 കൊടുത്തു. എന്ത് കൊടുത്തു, നമ്മൾ 1 കൊടുത്തു. ഓക്കെ ആണോ? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോഗ്രാം റിഗാർഡിംഗ് ദ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. ഇനി നമ്മൾ നോക്കിക്കേ, ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വൈൽ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, എല്ലാ കേസിലും നമുക്ക് ആദ്യം വേണ്ട എന്താണ്, ഇൻപുട്ടിൽ നമുക്ക് എൻ്റർ ദ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കാം. എൻ്റർ ദ നമ്പർ. ഓക്കെ. അപ്പോൾ ഇത് സ്ട്രിങ് ആയിട്ടായിരിക്കും പോകുന്നത്. അതിനെ നമുക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളതിനൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുവാണ്, എൻ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുവാണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ. എന്നിട്ട് നമുക്കറിയാം നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുന്നേ എഫ് നമ്മുടെ ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആരുടെ കയ്യിലാണ്, അൻഷിതയുടെ കയ്യിലാണ്. നമ്മുടെ വെച്ചാൽ ഒരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു വേരിയബിൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കാര്യം നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ ഇനീഷ്യൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതൊരിക്കലും എന്താകാൻ പാടില്ല, 0 ആയിട്ട് പോകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു, എഫ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫോർ ലൂപ്പിന് പകരമായിട്ട് ഈ ഫോറിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ വൈലിൽ ചെയ്യാൻ പോവുകയാണ്. സോ വൈലിൽ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ കൊടുക്കുക. സോ ഐയുടെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, 1 ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പിലോട്ട് പോകാം. സോ വൈലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലൂപ്പ് കൺട്രോൾ വേരിയബിളും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാം. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആകുന്നത് വരെ നമ്മൾ ലൂപ്പിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണ്, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ, എഫ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഫിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ. ഇത്രയേ ഉള്ളൂ ഏത് പ്രോഗ്രാം, ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ബൈ യൂസിങ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. തീർന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. റിപ്പീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു i+1. ഓക്കെ. ഞാനത് കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് പോസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ടോ നോക്കിക്കേ. ഇനീഷ്യൽ കണ്ടീഷൻ വന്നു, ഇനീഷ്യൽ വാല്യൂ വന്നു, ടെസ്റ്റ് കണ്ടീഷൻ വന്നു, അപ്ഡേഷൻ സെഷൻ വന്നു. ഓക്കെ. സോ 3 വാല്യൂസും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫാക്ടോറിയലിൻ്റെ കേസിൽ പഠിക്കാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് റേഞ്ച് ആയതുകൊണ്ടാണ് എഫിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് ഫോർ ലൂപ്പിൽ ആവശ്യമായിട്ടില്ലാതിരുന്നത്. അതേസമയം വൈലിൽ നമ്മൾ ഓരോന്നും മാനുവലി ആണ് ഓരോ സ്റ്റേജസിനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഐ ഈസ് ഈക്വൽ ടു i+1 എന്നുള്ള വാല്യൂ നമ്മൾ ശ്രദ്ധിച്ച് ഓർത്തിരിക്കേണ്ട ബേസിക് റീസൺ എന്ന് പറയുന്നത്.